ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയറും കാര്യങ്ങൾക്കൊന്നും സമയമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരെ ഫ്രഷ് ആയതിനു ശേഷം അടുക്കളയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. മറിയൂനെ സ്കൂളിലേക്ക് വിടലും അന്നുവിൻ്റെ വരവും കൂടി ആയപ്പോൾ ഒന്നിനും ഒരു സമയവും ഇല്ലാതായിപ്പോയി. എന്തെങ്കിലും ഒരു പണിയെടുത്ത് തുടങ്ങുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കരച്ചിൽ തുടങ്ങും. പോയി നോക്കുമ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് എണീച്ചിട്ടുണ്ട്. ആളുങ്ങൾ കാണും പോലെ ഇതുപോലെ ഒരു സൈലൻ്റ് ഒന്നല്ല, നല്ല കരച്ചിലാണ്. പിന്നെ ഈ ഫ്രഷ്നെസ്സും മൂഡൊന്നും എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. എപ്പോഴാണ് ഓളെ സ്വഭാവം മാറുക എന്ന് ഓക്കെന്നെ അറിയുള്ളൂ. പിന്നെ പാവല്ലേ, എൻ്റെ മോളല്ലേ, അത്യാവശ്യം കുറുമ്പൊക്കെ കാണും. ഉമ്മയും വാപ്പയും അത്യാവശ്യം തൊള്ളയും വിളി ആയതുകൊണ്ട് തന്നെ മക്കളും പിന്നെ അതുപോലെ തന്നെ അല്ലേ ഉണ്ടാവുള്ളൂ. അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഓളൊന്ന് സെറ്റാക്കുമ്പോഴത്തേന് ഫുഡായോ എന്നുള്ള വിളിയായി. പിന്നെ നമ്മൾ ചട്ടിയും കുടുക്കിയൊക്കെ കൂടി എടുത്തിട്ടാണ് ടേബിളിലേക്ക് നിരത്തി വെക്കുക. ഇന്നിപ്പോൾ കഴിക്കാൻ കൂട്ടിന് ഓളും കൂടി ഉണ്ട്. ആസ് യൂഷ്വൽ ദോശയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കറികൾ തലേന്നത്തെ ഉണ്ടാവും. പിന്നെ ഞങ്ങളെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ സ്വന്തം തന്നെ. പിന്നെ ചെറുതായിട്ട് ഉമ്മയും മോളും കൂടിയുള്ള ഫോട്ടോഷൂട്ട്. ഇതൊക്കെ അല്ലേ നമ്മുടെ സന്തോഷം. അവരുടെ ഓരോ മൂമെൻറ്റ്സും അവരുടെ ഓരോ വളർച്ചയും ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. മോളുടെ ആദ്യം മറിയൂൻ്റെത് എല്ലാ ഫോട്ടോസും ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. അവൾക്കിങ്ങനെ കണ്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ, ഞങ്ങൾ ഇങ്ങനെ എടുത്താണ് അപ്പോൾ പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ. എവിടെയെങ്കിലും ഒന്ന് പോകാൻ മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ പുറത്തും ഒന്ന് മടിയിലും ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളെ 7 വർഷത്തിലുള്ള ഒരു മാറ്റം. ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റൂലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങണം. അത് എൻ്റെ മാത്രം സന്തോഷമാണ്. പിന്നെ എല്ലായിടത്തും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇതുപോലെ അടിപൊളി ഡെക്കോർസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും കഴിക്കാതെ പുറത്തിറങ്ങുന്നത് മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ബ്രോസ്റ്റഡും ഷവർമയും മാത്രമാണ് കഴിച്ചത്. പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് കച്ചറയും അടിയൊക്കെ മസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് ഫുഡിൻ്റെ മുന്നിൽ ഇരുത്തിയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓളെ മാനേജ് ചെയ്യാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് ഉമ്മമാരുടെ കഴിവ്. ഓരോ ഉമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കാം. പിന്നെ വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകളും എടുത്തു. ഇതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എന്ത് രസമല്ല ക്രിസ്മസ് പാപ്പയും ഇതുപോലെയുള്ള ട്രീസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ അന്നുമോക്ക് കുറച്ച് ടോയ്സ് വാങ്ങിയിരുന്നു. പിന്നെ അതൊക്കെ തുറന്ന് അതൊക്കെ ഒന്ന് നോക്കി. അടിപൊളി കിലുക്കിയാണ്. അവരുടെയൊക്കെ ഒരു ഭാഗ്യം, അവർക്ക് കളിക്കാൻ ഇപ്പം തന്നെ എന്തോരം ടോയ്സാ. 3 മാസമായ കുട്ടിക്കാണ് ഇത്രയും കിലുക്കി വാങ്ങിയിരിക്കുന്നത്. എന്താല്ലേ കഥ.